എല്ലാവരും ഒരുമിച്ച്. ആർക്ക് സന്തോഷമില്ലേ? മഴയായതുകൊണ്ട്, തണുപ്പ് തുടങ്ങിയത് കൊണ്ടാണോ ആമേൻ ഇത്രത്തോളം സന്തോഷമില്ലാത്തതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു പക്ഷേ ചൂടായിരുന്നെങ്കിൽ ആമേൻ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ആമേൻ നിങ്ങൾക്ക് ഉറങ്ങുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ചിരിയോടെ നിങ്ങൾ ഇരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു തണുപ്പായതുകൊണ്ടും ആമേൻ ചുറ്റിലും ഫാന് കറങ്ങുന്നത് കൊണ്ടും ആമേൻ താഴെ നിന്നും തണുപ്പ്, മുകളിൽ നിന്നും തണുപ്പ്, 4 ഭാഗത്തു നിന്നും തണുപ്പുള്ളത് ആമേൻ ഉള്ളത് കൊണ്ടാണോ എനിക്കറിയത്തില്ല, ഒരു സന്തോഷം ആരുടെയും മുഖത്ത് ഇന്ന് പകലിൽ കാണുവാൻ കഴിയുന്നില്ല. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് പകലിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലൈവിലുള്ളവരെ ഞാൻ കാണുന്നില്ല. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. ദയവായി വാട്സപ്പിൽ നിങ്ങൾ ആമേൻ പ്രയർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാതിരിക്കുക. ഈ സമയത്ത്, അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് അയക്കാം. പക്ഷേ ലൈവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈവിൽ തന്നെ കമൻറ്റ് ചെയ്യുക. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലുമൊക്കെ ലൈവ് കഴിയുമ്പോൾ ഒത്തിരി പരാതി പേഴ്സണലി വരാറുണ്ട്. കാരണം ആമേൻ ഞങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിച്ചില്ല. ആമേൻ ലൈവിൽ കമൻ്റ് ഇടുന്ന ഓരോ വിഷയത്തിനും അന്ന് ഞങ്ങളത് ക്ലോസ് ചെയ്തിട്ടേ നിർത്തത്തുള്ളൂ. എത്ര ടൈം എടുത്താലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കത്തുള്ളൂ. പക്ഷേ വാട്സപ്പും ആമേൻ യൂട്യൂബുമായി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. കാരണം യൂട്യൂബിലോട്ട് നമ്മൾ എൻഡിങ് വരുമ്പോഴത്തേക്കും ആമേൻ ഒത്തിരി പ്രയർ റിക്വസ്റ്റുകൾ ആമേൻ മുകളിലോട്ട് പോകും. ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ പാടായിരിക്കും. ദയവായി നിങ്ങൾ ലൈവിൽ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആമേൻ നമ്മുടെ ഓരോ മെസ്സേജുകളും നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് വിടുതലും ആശ്വാസത്തിനും ദൈവപ്രവൃത്തിക്കും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആമേൻ ഇന്നത്തെ മീറ്റിങ്ങുകളും ഇന്ന് കേൾക്കുന്ന വചനങ്ങളും ആലോചനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്, ഇതുവരെയും കേട്ടിട്ടില്ലാത്തത്, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നിങ്ങളെ അതിനായി കർത്താവ് ആമേൻ ദൂതുകളെ ഏറ്റെടുക്കുവാൻ, ആലോചനകളെ ഏറ്റെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ ആമേൻ ഇതിനകത്ത് നിൽക്കുമ്പോഴും ആമേൻ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കണ്ടിന്യൂസ് മീറ്റിങ്ങുകൾ, യാത്രകൾ ആമേൻ ഒക്കെ കാരണം ആമേൻ തൊണ്ടയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പുറമേ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ തൊണ്ടയ്ക്കകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ പ്രാർത്ഥനയോടെ ലൈവിലായിരിക്കുന്ന എൻ്റെ ഒത്തിരി അമ്മമാർ, ആമേൻ സഹോദരി സഹോദരന്മാർ, പിതൃതുല്യം സ്നേഹിക്കുന്ന ഒത്തിരി പിതാക്കന്മാർ ഹാളിനകത്തും ആമേൻ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുന്ന ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷ. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആമേൻ ചിലതൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം വരെ പൊട്ടിച്ചു വെച്ച ചില പാറകൾ ഇന്ന് പകലിൽ പിളർക്കും. വിശ്വാസമുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ സെക്കൻഡുകൾക്ക് മുൻപ് വരെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആമേൻ ഹല്ലേലൂയ പൊട്ടിച്ച ചില പാറകൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പിളർക്കും. നീ ദിവസങ്ങൾ കൊണ്ട് എണ്ണി ആമേൻ അടിച്ചോണ്ടിരിക്കുന്ന വിഷയമാ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ. ആമേൻ ചില വർഷങ്ങൾ കൊണ്ട്, ചില മാസങ്ങൾ കൊണ്ട് നീ പൊട്ടിച്ചോണ്ടിരിക്കുന്ന പാറയാ. ഇതുവരെയും അതിനൊരൊത്തൊരു പിളർപ്പ് കാണുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് പകലിൽ ഒരു വലിയൊരു പിളർപ്പ് ഇന്ന് പകലിൽ ആ പാറമേൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആമേൻ കഴിഞ്ഞ സെക്കൻഡിന് മുമ്പ് വരെ നീ കരഞ്ഞ വിഷയമാ. കർത്താവ് പറയുന്നു അതിന് ഉത്തരം ഇന്ന് പകൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഉത്തരം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നീ കരഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരിനും, നീ പ്രവചിച്ച ഓരോ വിശ്വാസത്തോടെയുള്ള വാക്കിനും, നീ ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇതിനകത്തായിരിക്കുന്നത്, ദൈവത്തിന്റെ ഹിതമുള്ളത് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമുള്ളതിനെ ഇന്ന് പകലിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഹിതമുള്ളതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നെ ഒരു കുടുംബത്തെ വ്യക്തമായി എടുത്ത് കാണിക്കുന്നുണ്ട്. ആമേൻ വളരെ ആഗ്രഹത്തോടുകൂടെ ആമേൻ ഒരു പ്രോപ്പർട്ടീസ് വാങ്ങി. എന്തിനു വേണ്ടി? ആമേൻ ഭാവിയിൽ കരുതുവാൻ ഒരു നല്ലൊരു ഭവനം. ആമേൻ അതൊരു സ്വപ്നമായിരുന്നു. ഒത്തിരി പേർ നല്ല ഭവനത്തിൽ പാർക്കുമ്പോൾ
ഇടുങ്ങിയിരിക്കുന്ന ഒരു ഭവനം, അതിൽ നിന്നൊരു വിശാലതയ്ക്ക് വേണ്ടി പിശാച് പദ്ധതി ഒരുക്കുന്നു, അതിനെ വിറ്റ് നശിപ്പിക്കുവാൻ. നോ, കർത്താവ് ഇന്ന് പകലിൽ ആരോടോ ദൂത് കൈമാറുന്നു. നിനക്ക് തന്നതൊന്നും വിൽക്കുവാനല്ല, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാ. നിനക്ക് തന്നതൊന്നും നശിപ്പിക്കുവാനല്ല, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാ. നിനക്ക് തന്നതൊന്നും ഭൂമിയിൽ കുഴിച്ചിടുവാനല്ല, ആമേൻ, മുളച്ചു വരുവാൻ വേണ്ടിയാ നിന്റെ കയ്യിൽ കർത്താവ് നൽകിയത്, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഒരുമിച്ച് തുന്നിക്കൂട്ടിയ ചില സ്വപ്നങ്ങൾക്ക് പരിശുദ്ധാത്മാവ് 2024 അവസാനിക്കുന്നതിന് മുമ്പേ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, സ്വർഗ്ഗം അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നത് നീ ഇടുങ്ങിയിരുന്നത് ആമേൻ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്നും ഞെരുക്കത്തിലിരുന്നത് മതിയെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരു വിശാലത പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ കുടുംബമേ, ദൈവം തന്നത് നഷ്ടപ്പെടുത്തി കളയുവാനല്ല, നിന്നെ വർദ്ധിപ്പിക്കാനാ. ആ ദേശത്ത് വാഴാനാ നിന്നെ ആക്കിയത്, ആ ദേശത്ത് വർദ്ധിച്ചു പെരുകാനാ നിന്നെ ആക്കിയത്. അല്ലാതെ ആമേൻ മറ്റുള്ളവരുടെ മുമ്പ് നശിപ്പിക്കുവാനല്ല, നീ തകർന്നു കാണുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ദേശം ഭരിക്കുവാൻ. അതെ ആമേൻ. ഒരു ക്രിസ്തീയ കുടുംബം ആ ദേശം ഭരിക്കുന്നതിന് കാരണമാക്കി. എനിക്കറിയത്തില്ല, ഇതിനകത്തും ലൈവിലും ആ ദൂത് കൈമാറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിത്തിട്ടിട്ടുണ്ടെങ്കിൽ, അത് വിശ്വാസത്തോടെ 2024 അവസാനിക്കുന്നതിന് മുമ്പേ ആ ശൂന്യതയിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവ് അടിസ്ഥാനമിടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ ദൂത് കൈമാറുവാൻ പറഞ്ഞു. ആ ശൂന്യതയിൽ നിന്ന് തന്നെ നീ അടിസ്ഥാനമിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2024 ചിലതിൻ്റെയൊക്കെ അടിസ്ഥാനമിടുന്ന വർഷമാ. ഹല്ലേലൂയ. ആമേൻ. വർഷങ്ങൾ കൊണ്ട് വാങ്ങിയിട്ട് ആമേൻ, ഹല്ലേലൂയ, ഇതുവരെയും ഒരു പുരപണിയുവാൻ കഴിയാതെ വണ്ണം നീ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നു. അടിസ്ഥാനത്തെ പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിലേക്ക് ഒരുക്കുവാനുള്ള നന്മയെ പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിലേക്ക് ഒരുക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരോടോ ഒക്കെയോ ആമൻ ഒരു വ്യക്തിയോടല്ല, ആമൻ ആമൻ അനേകം വ്യക്തികളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് തന്നൊരു ദൂത. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. പ്രൈസ് ദി ലോർഡ്. താമ്രഭിത്തിയാക്കി വെക്കും. അത് ഒരു ദൂത്. ആമേ. 2, അവൻ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. ആമേ. 2-ാമത്തെ ദൂത് അത്. ആമേ. നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. 3-ാമത്തെ പ്രവചന ദൂത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. നിന്നെ താമ്രഭിത്തിയാക്കി കർത്താവ് ഉറപ്പിക്കുവാൻ പോകുകയാ. വെറും ഒരു ഭിത്തിയല്ല. അങ്ങനെയെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഒരു കുലുക്കൽ ആമേൻ വന്നാൽ വീഴുന്നൊരു ഭിത്തിയായനെ അല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു താമ്രഭിത്തിയാക്കി, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ, നിന്റെ പട്ടണത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ, നീ ആയിരിക്കുന്ന രാജ്യത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ആമേൻ ഒരു താമ്രഭിത്തിയാക്കി. ചൂടാമന എനിക്ക് താമ്രത്തിന്റെ പ്രത്യേകതയൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നു, നിന്നെ ഒരു താമ്രഭിത്തിയാക്കി പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് പകലിൽ മാറ്റുവാൻ
മാറ്റുവാൻ പോവുകയാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. എന്തിനാ നിന്നെ താമ്ര ഭിത്തിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, നിനക്കൊരു യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിന്നെ ഒരു താമ്ര ഭിത്തിയാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നതിനോടൊപ്പം, ആമേൻ, എന്തിനാ നിന്നെ താമ്ര ഭിത്തിയാക്കി മാറ്റുന്നത്? ആമേൻ, ഹല്ലേലൂയ. അവൻ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല താനും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരൊക്കെയോ നിനക്ക് വിരോധമായി യുദ്ധക്കളം, ആമേൻ, ആരൊക്കെയോ ഒരുക്കുന്നുണ്ട്. ആമേൻ, നിന്നെ താമ്ര ഭിത്തിയാക്കി മാറ്റുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ യുദ്ധത്തിൽ നീ പൊളിഞ്ഞു പോകാതിരിപ്പാൻ, ആ യുദ്ധത്തിൽ നീ തകർന്നു പോകാതിരിപ്പാൻ, ആ പ്രശ്നത്തിൽ നീ തകർന്നു പോകാതിരിക്കുവാൻ. ജൂഡമന അഥനാരക സിയാംതനെ റീഥാലകടക ശബ്ദനാരകൽ പ്രൗഢമന. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്നോട് എന്തിനാ ഈ വചനം എടുക്കാൻ പറഞ്ഞതെന്നും എനിക്കറിയത്തില്ല. ആമേൻ. ഇന്ന് രാവിലെ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഇന്നത്തെ മെസ്സേജ് ഞാൻ കൊടുക്കുന്നില്ല, പാസ്റ്റർ കൊടുക്കണം. പാസ്റ്ററിനോട് പറഞ്ഞു, ആമേൻ, എന്ത് പറ്റി? സന്തോഷത്തോടെ ഇറങ്ങിയതല്ലേ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രിപ്പറേഷൻ കിട്ടിയില്ല, എനിക്ക് അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യുവാൻ പറ്റിയില്ല. ആമേൻ, ഹല്ലേലൂയ. തിരക്കായത് കാരണം എനിക്ക് ഒന്ന് പേഴ്സണലി ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇന്നത്തെ മെസ്സേജിനോ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഹല്ലേലൂയ പകലിൽ വാഹനത്തിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്, ഹല്ലേലൂയ, ഞാൻ നിന്നെ താമ്ര ഭിത്തിയാക്കി മാറ്റുവാൻ പോകുന്നു. എന്നോട് പറഞ്ഞ അതേ ആലോചന ഇന്ന് പകൽ ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട്, ചില അഭിഷക്ത കുടുംബങ്ങളോട് ഇന്ന് പകലിൽ കർത്താവ് പറയുന്നൊരു ദൂത, നിന്നെ അവൻ താമ്ര ഭിത്തിയാക്കി, നിന്നെ അവൻ താമ്ര ഭിത്തിയാക്കി. ജൂഡമന അർത്ഥനാരകൾ ശമനഘടക ശബ്ദനാരകൾ കടകസി. ഒരു ഭിത്തിയായി നീ ഇരുന്നത് മതിയെന്ന്, ഒരു ഭിത്തിയായി നീ ഇരുന്നത് മതിയെന്ന്, മറ്റുള്ളവർ കാണുവാൻ നീ ഒരു പേരില്ലാത്തൊരു ഭിത്തിയായിരുന്നത് മതിയെന്ന്. ഇനി നിന്റെ പേര് ഒരു താമ്ര ഭിത്തിയെന്ന്. ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും പൊളിക്കാൻ പറ്റാത്ത, പിശാചിന് എത്തി പോലും നോക്കാൻ പറ്റാത്ത ജൂഡമന അർത്ഥനാരകൾ ശമനഘടക ശബ്ദനാരകൾ കടകസി. 6 കഷ്ടം കടന്നു വന്നു, 6 കഷ്ടം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു, 6 പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നൊരു ദൂതിത, ഏഴാമത്തതിലും ഏഴാമത് ഉണ്ടെന്ന് ഇല്ലെന്നല്ല, നിന്റെ പ്രശ്നം അവസാനിച്ചെന്നല്ല, ഉണ്ട് പ്രശ്നം. ആ 7ാമത്തതിലും തിന്മ നിന്നെ തൊടത്തില്ലെന്ന്, സംഹാരകൻ നിന്നെ തൊടത്തില്ലെന്ന്, നീ വീണു പോകുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ലെന്ന്. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നമുണ്ടെന്ന് പല പ്രാവശ്യം നിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തതെല്ലാം പിശാച് ഒരുക്കിയത്. പലപ്പോഴും പിശാച് നിന്നെ അവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് വാദിച്ചത്. ഇനിയും പ്രശ്നമില്ലെന്നല്ല, പക്ഷെ ഈ പ്രശ്നത്തിൽ അകപ്പെടുന്നതിന് മുമ്പേ നീ ഒരു ഡബിൾ പ്രമോഷനോടുകൂടെ ചാടിക്കിടക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവൻ ആമേൻ പറ. നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് നീ ഒരു ഡബിൾ പ്രമോഷനിലേക്ക് ജൂഡാമന ഓറാധാലക സിയാംധാന റീഖാലകടക ശബ്ദന ഒരു ഡബിൾ പ്രമോഷനിലേക്ക് ജൂഡാമന അർത്ഥനാരകൾ കടകസി. വിശ്വസിക്കാതിരിക്കരുത്, വിശ്വസിക്കാതിരിക്കരുത്. ഇതൊരു കാൽവെപ്പ്, ഇത് രക്ഷാ സമയമാണ്. അടുത്തൊരു കാൽവെപ്പാണ്, അടുത്തൊരു കാൽവെപ്പാണ് എന്ന് മകൾ പ്രാപിച്ചാണ് ജൂഡാമന രഗടക സിയാംധന രഗൽ ശമനഗടകസി അധുനമലഗടക ശബ്ദനാരകൾ പ്രൗഢമന അധുനഗടകടകടകസി. ആരെയൊക്കെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. ചില ശുശ്രൂഷകളിലേക്ക്, ചില കാൽവെപ്പുകളിലേക്ക്, ചില പ്രവചന ശുശ്രൂഷകളിലേക്ക്, ചില വചനത്തിന്റെ വെളിപ്പാടുകളിലേക്ക്. ഓ റമനഗസി അർത്ഥനാരകൾ ശമന. നിന്റെ മുഖം കണ്ടല്ലോ, നിന്റെ പൊക്കം കണ്ടല്ലോ, നിന്റെ സൗന്ദര്യം കണ്ടല്ലോ, നിന്റെ പുറമേയുള്ള യാതൊന്നും കണ്ടല്ലോ. അഭിഷേകം ചൂടാ ബാബ റഥാലകടക ശബ്ദനാരകൾ കടകസി അർത്ഥന ചൂടാ ബാബ റേഫലക സിയാംതാന. മറ്റുള്ളവർ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു, ഇവനിതെങ്ങനെ കിട്ടി, ഇവൾക്ക് ഇതെങ്ങനെ കിട്ടി? അഭിഷേകം അതാർക്കും തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. ചൂടാ ബാബ റഥലകടക ശബ്ദാന
റേഥേലഘടക ശബ്ദനാരകൾ കടകസി അന്തനാരകൾ പ്രൗഢവന ദീപലഘടക ശബ്ദനാരകൾ കടകസി താമ്രഭിത്തിയാകുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കർത്താവിന്റെ പദ്ധതി ആമേൻ ഇന്ന് ഹല്ലേലൂയ ഇതിനകത്ത് ആമേൻ ഇത്രയും പേർ മതി. ഇന്ന് പകൽ നിങ്ങളോട് ഈ സംസാരിച്ച ദൂത്, ഇന്ന് പകൽ ഈ ലൈവിലിരിക്കുന്ന നിങ്ങളോട് ഈ ദൂത് സംസാരിച്ചത്, നിന്നെ ഒരു താമ്രഭിത്തിയാക്കുവാൻ മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇതുവരെയും പിശാച് നിന്റെ ഭിത്തി കണ്ട് നിന്നെ പലപ്പോഴും ഇടിച്ചിട്ടോ ആമേൻ നിന്നെ പൊളിച്ചിട്ടോ ആമേൻ ഹല്ലേലൂയ നിന്റെ ബലമല്ലാത്ത ഭിത്തി കണ്ട് പലപ്പോഴും പിശാച് വന്ന് നിന്നെ ഇടിച്ചങ്ങ് മെതിച്ചു. പക്ഷെ ഇന്ന് പകല് നീ ഒരു താമ്രഭിത്തിയായി മാറുവാൻ തയ്യാറായാൽ ഒരു ശത്രുവിന് നിന്നെ കുലുക്കുവാൻ അനുവദിക്കാതെ, ഒരു ശത്രുവിന് നിന്നെ പൊളിക്കുവാൻ അനുവദിക്കാതെ, നിന്റെ ജോലിയിൽ നിന്ന്, നീ നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ പൊളിക്കുവാൻ പറ്റാത്ത തരത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഒരു താമ്രഭിത്തിയാക്കി മാറ്റുവാൻ പോകുന്നു. ജൂഡാമന ആമേൻ. എനിക്കറിയത്തില്ല ഈ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാതാവ്, ആമേൻ ഹല്ലേലൂയ, നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് നീ കരയുന്നുണ്ടോ? നിന്റെ വിസയുടെ കാലാവധി തീരുവാൻ പോകുന്നുവെന്ന് നീ കരയുന്നുണ്ടോ? ഇവിടെ നിൽക്കണമോ അതോ രാജ്യം വിട്ട് ഞാൻ പോകണമോ? കർത്താവ് പറയുന്നു, ചില രാജ്യത്തിന്റെ നിയമങ്ങളെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ആമേൻ നീ അവിടെ കരഞ്ഞതുകൊണ്ട് ആമേൻ ഒരു താമ്രഭിത്തിയാക്കി പരിശുദ്ധാത്മാവ് നിയമങ്ങളെ ഭേദിച്ചു നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ജൂഡമന ഹംദനാരകൾ ശമനഘടകസി അർത്ഥപ്രൗഢവന അന്തനാരകൾ ശമനഘടക ശൈഡപരഘടകസി. കരയുന്ന ഒത്തിരി കണ്ണുകളുടെ കണ്ണുനീരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തുടയ്ക്കുന്നുണ്ട്. കരയുന്ന ഒത്തിരി കണ്ണുനീരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തുടച്ചു മാറ്റുന്നുണ്ട്. ഒത്തിരി പേർ കരയുന്നുണ്ട്. തകർച്ചകളെ ഓർത്ത് തകർച്ചകളെ ഓർത്ത് തകർച്ചകളെ ഓർത്ത് കരയുന്നുണ്ട്. ഇന്നും ഒരു കുടം കണ്ണുനീർ ഒഴിച്ചിട്ട് നീ ഇതിനകത്ത് വന്ന് ഇന്നും ഒരു കുടം കണ്ണുനീർ നീ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞ വിഷയത്തിന് ഉത്തരമായെന്ന് നിന്റെ അയോഗ്യതകളെ പറയുന്നവരോട് പോകാൻ പറ. നിന്റെ അയോഗ്യതകളെ പറയുന്നവരോട് പോകാൻ പറ. ജൂഡബാബ ഓറബരക ശബ്ദനാരകൾ കടകസി അർത്ഥപ്രൗഢവനോ ദീപലഘടക ശബ്ദനാരകൾ കടകസി. ആമേൻ. എനിക്കറിയത്തില്ല ആരുടെയൊക്കെ നിന്ദകളെ ഓർത്ത് കരയുന്നവർ. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരുടെയും നിന്ദകളെ ഓർത്ത് നിങ്ങൾ കരയേണ്ട. ആമേൻ ഹല്ലേലൂയ. പണ്ടൊക്കെ ആരെങ്കിലും ആമേൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാനങ്ങ് കരയുമായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിറമില്ലാത്തതിന്റെ പേരിൽ ആമേൻ ഹല്ലേലൂയ. ആമേൻ നല്ല ആമേൻ ടിപ് ടോപ്പ് ആയിട്ട് മറ്റുള്ളവരുടെ ഇറങ്ങിച്ച് ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ വലിയ ആമേൻ പ്രൗഢി കാണിച്ച് ഇറങ്ങാത്തതിന്റെ പേരിൽ ഞാൻ ഒത്തിരി കരഞ്ഞവളാ. എൻ്റെ ഫാമിലിക്ക് നടുവിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ ഇറങ്ങിപ്പോകുന്ന സമൂഹത്തിൽ ആമേൻ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളവ, നിനക്ക് നിറമില്ല ആമേൻ ഹല്ലേലൂയ, ചോർത്ത് കൊള്ളത്തില്ല. പ്രിയ ദൈവമക്കളെ, ലോകം തരുന്നത് വാടുന്ന കിരീടമാ, പക്ഷെ സ്വർഗത്തിലെ അപ്പൻ നൽകുന്നത് വാടാത്ത കിരീടം. അവൻ എന്റെ സൗന്ദര്യത്തെ കുറിച്ച് കുറ്റം പറഞ്ഞാലും എന്റെ വസ്ത്രത്തെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ആമേൻ എന്റെ അഭിഷേകത്തെ ആമേൻ അതിനെ ആമേൻ ഒന്നിനോടൊന്ന് പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുന്നതല്ലാതെ. ഓ ഹല്ലേലൂയ. Praise the Lord, hallelujah, amen, hallelujah, praise the Lord, hallelujah. ചിലപ്പോൾ ഗ്ലാമർ ബേസ് നോക്കുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കും. ആമേൻ ഹല്ലേലൂയ. പക്ഷേ എൻ്റെ അപ്പന് ആമേൻ ഏറ്റക്കുറച്ചുകൾ ഒരു പ്രശ്നമല്ല. ബലഹീനനായി കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന ഓരോരുത്തരെയും ആമേൻ പ്രമുഖന്മാരുടെ ഇടയിൽ ഇരുത്തുന്ന ഒരു ദൈവം, ആ അപ്പനെയാ ഞാൻ സേവിക്കുന്നത്. ആമേൻ. ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി നീ കരയേണ്ട. ആരും നിന്നെ പുകഴ്ത്തിയില്ലെന്ന് പറഞ്ഞ് നീ കരയേണ്ട. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു അപ്പനുണ്ട്. ആമേൻ ഹല്ലേലൂയ. കരയുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതത. ആമേൻ. ലോകം തരുന്ന സൗന്ദര്യത്തിന്റെ സർട്ടിഫിക്കറ്റ് നിനക്ക് വേണ്ട, പക്ഷെ ദൈവത്തിന് നിന്നെ ആമേൻ ഒരു തീപ്പൊരിയായി മാറ്റുവാൻ കഴിയും. അവനില്ലാത്ത ഒന്ന് നിന്റെ മേലുണ്ട്. ഓ റമന ശന്തനെ റീഖാലഘടക ശബ്ദനാരകൾ കടകസി. അവനില്ലാത്ത നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഇല്ലാത്തൊരു കൃപ, ഒരു അഭിഷേകം, ആമേൻ ഒരു ആവരണം പരിശുദ്ധാത്മാവ് നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ കരയുന്ന ആരുടെയൊക്കെ കണ്ണുനീരുകളെ ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, ആമേൻ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക്, നിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തൊരു മാന്യതയുടെ പുതപ്പ് നിന്റെ മേലുണ്ട്, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേലുണ്ട്. ഇത് മതി നിന്നെ ആമേൻ ഏറ്റവും ഉയരത്തിലെത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അയോഗ്യതകൾ പറയുന്ന മനുഷ്യരോട് നീ ടാറ്റ പറഞ്ഞ് ആ പ്ലാറ്റ്ഫോം ഒന്ന് വിടാൻ തയ്യാറാക്. സ്വർഗത്തിലെ അപ്പൻ നിന്നെ മാനിക്കാം. ആമേൻ. അയോഗ്യതകൾ പറയുന്നവരുടെ ഇടയിൽ നിന്ന് നീ മാറി നിന്നു നിന്റെ അഭിഷേകത്തെ അങ്ങോട്ട് പുറത്തെടുക്ക്. ആമേൻ. നിന്നെ തേടി വരും. ഇന്ന് നിന്നെ കരയിപ്പിച്ചവർ നിന്റെ അടുത്ത് മുട്ടുമടക്കും. എഴുതിയിട്ടോ, ഇതൊരു ദൂത ശബ്ദാന റിഖാമന ശബ്ദനെ അഥുരബൽ പ്രൗഢവരകടകടക ശബ്ദനാരകൾ കടകസി. ഹല്ലേലൂയ. ആമേൻ. യോഗ്യത ഇല്ലെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഏറ്റവും യോഗ്യത നൽകുന്ന ഒരപ്പന്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ആമേൻ, ദിവസവും ഒത്തിരി അയോഗ്യതകളെ കുറിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ മെസ്സേജസ് ആകട്ടെ, ആമേൻ ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കുറിച്ചാകട്ടെ, ആമേൻ ഹല്ലേലൂയ, ചില സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നവരുടെ ആമേൻ വാക്കുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെല്ലാം അങ്ങ് പൂട്ടിക്കെട്ടി വെച്ചിട്ട് മിണ്ടാതൊന്ന് ഇരുന്നാ മതിയോ. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ആമേൻ, അവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഒരു തീ എങ്ങനെ കത്തുന്നു, ഒരു തീ എങ്ങനെ കത്തുന്നു, അതുപോലെ അഭിഷേകത്തിൽ കത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞങ്ങൾ യാത്ര ചെയ്ത് ആമേൻ ഇവിടെ വിസിറ്റിങ്ങിനെല്ലാം കടന്നു വന്നു. ആമേൻ. ഞങ്ങളൊരു 10:30 മണിയായി കാണും. ആമേൻ. കാട്ടാക്കട കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആമേൻ നക്രാംശിറ ആ ഭാഗത്ത് ആണെന്ന് തോന്നുന്നു, സ്ഥലം കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. കാട്ടാക്കട കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആമേൻ ഇളയ കുഞ്ഞാള് ആമേൻ കയ്യിൽ ഉറങ്ങിയിരിക്കുന്നു, ആമേൻ മൂത്തയാള് ആമേൻ പുറകിൽ, ഞങ്ങൾ ഒരുമിച്ച് 3 പേരൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ സന്തോഷത്തോടെ പാട്ടുപാടി വന്ന ഞങ്ങൾ ചിന്തിച്ചു ഇതെന്താ സംഭവിക്കുന്നത്. ഞങ്ങൾ കരുതി ഞങ്ങളുടെ വാഹനത്തിനകത്തുകൂടെ ഇടിച്ചു കയറി മറ്റൊരു വാഹനം പാസ് ചെയ്യുന്നത് പോലെ തോന്നി. ഞങ്ങളുടെ വണ്ടിയിൽ തൊട്ടില്ലെന്ന് പറഞ്ഞ് ആമേൻ ഞങ്ങളുടെ വാഹനം വല്ലാണ്ടങ്ങ് കുലുങ്ങുവാനിടയായി. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ അപ്പൻ കരുതുന്ന വിധങ്ങളെ നോക്കണമേ. ആമേൻ. പിശാച് എവിടെ തകർത്ത് കളയുവാൻ, പിശാച് എവിടെ മുടിച്ചു കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ നീ ദൈവകൃപ പ്രാപിച്ച വ്യക്തിയാണോ? ആമേൻ. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ വലങ്കരം പിടിച്ചെഴുന്നേൽക്കും. നിന്റെ നാശം കാണുവാൻ നോക്കുന്നവരുടെ മുമ്പില്, ശാപമിടുന്നവരുടെ മുമ്പില്, നീ നശിച്ച് കാണുമെന്ന് പറയുന്നവരുടെ മുമ്പില് നിന്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ച് ആ ദേശത്ത് നിന്നെ നടുന്നവനാക്കി. ജൂഡ ബാബ റെഥേലകടക ശബ്ദനാരകൾ പ്രൗഢവന നമ്മൾ നമ്മുടെ കർത്താവിന്റെ ഉള്ളം കരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഇന്നതാക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നീ അത് കാണുക തന്നെ ചെയ്യും. ഇന്നല്ല നാളെ ആയാലും ആമേൻ, നീ അത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ചില തകർന്ന കുടുംബങ്ങൾക്കകത്ത് നിന്ന് തലമുറകളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുവാൻ പോകുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ചില തലമുറകളെ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല, എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ വ്യക്തമായി ദൂത് പറയുവാൻ പോകുന്നു. നിന്റെ തലമുറകൾക്കിടയിൽ നിന്ന് അവരുടെ തലമുറകളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുവാൻ പോകുന്നുവെന്ന്. അതിനാ നിന്നെ ഒരു താമ്രഭിത്തിയായി പരിശുദ്ധാത്മാവ് പണിയുന്നത്. അതിനാ നിന്നെ ഒരു താമ്രഭിത്തിയാക്കി ഇതുവരെയും നിന്റെ വാക്കുകൊണ്ട് സംസാരിച്ചിട്ട് ക്രമപ്പെടാത്തത് ആമേൻ അവരുടെ തലമുറകളിൽ നിന്നുള്ള വാക്കുകൾ ആമേൻ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. ഒരു താമ്രഭിത്തിയായി മാറുവാൻ ആര് തയ്യാറാണോ ആമേൻ ഹല്ലേലൂയ, പിന്നെ വരുന്ന യാതൊന്നും നിന്നെ ആമേൻ ഏൽക്കത്തില്ല. അതുകൊണ്ട് വചനം പറഞ്ഞത് ആമേൻ നിന്നോട് അവർ യുദ്ധം
ചെയ്യും, പക്ഷെ ജയിക്കയില്ല താനും. അത് ജയിക്കാത്തതിന്റെ കാരണം എന്താ? നീ ഒരു താമ്രഭിത്തിയാ. നിന്നെ ആ ദേശത്തൊരു താമ്രഭിത്തിയാക്കിയാ വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് പിശാചൊന്ന് കുലുക്കുമ്പോൾ, പിശാചൊന്ന് കല്ലെറിയുമ്പോൾ, പിശാചൊന്ന് നിന്നെ ഒന്ന് പറിച്ചു മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ നീ ഇട്ടിട്ട് പോടരുത്. ദൈവം നിനക്ക് തന്ന സകലത്തിനെയും അധികാരത്തോടെ വാഴുവാനും ആ ദേശത്ത് വർദ്ധിക്കുവാനും. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആരോ വിൽക്കാൻ പ്ലാൻ ഇട്ട്, എനിക്കറിയത്തില്ല വീടാണോ സ്ഥലമാണോ, ആരോ ദൈവഹിതമില്ലാതെ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് പിശാചിന്റെ തന്ത്രമാണ്. ആരുടെയൊക്കെ ഒരു കുടുക്കാണ്. നീ വർദ്ധിക്കാതിരിപ്പാൻ, നീ അനുഗ്രഹം പ്രാപിക്കാതിരിപ്പാൻ, നീ ഒരു ഉയർച്ച പ്രാപിക്കാതിരിപ്പാൻ. നോ, അത് നിന്റെ ഉയർച്ചയുടെ പ്രോപ്പർട്ടിയാ. അത് നിന്റെ ഉയർച്ചയുടെ ഭവനമാ. അത് വിൽക്കാനുള്ളതല്ല. അത് വിൽക്കാനുള്ളതല്ല. എനിക്കറിയത്തില്ല ദൈവഹിതമില്ലാത്ത പദ്ധതിയെ ഇന്ന് പകൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ജൂഡാ ബാബ. ചിലപ്പോൾ ഞെരുക്കം കൊണ്ടായിരിക്കാം വിൽക്കുന്നേ, ചിലപ്പോൾ മനുഷ്യന്റെ നിന്നയെ പേടിച്ചായിരിക്കാം നിൽക്കുന്നേ. നോ, നിന്നെ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കാമെന്ന കർത്താവ് നിന്നോട് ആലോചന പറഞ്ഞത്. സങ്കടദേശത്ത് നീ ആയിരിക്കുന്ന ദേശത്ത് ഒരു വ്യസനപുത്രനായിട്ടായിരിക്കും നീ ജനിച്ചു വളർന്നത്. ഒരു വ്യസനപുത്രിയായിട്ടായിരിക്കും നീ ജനിച്ചു വളർന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ ആ വ്യസനദേശത്ത്, ആ സങ്കടദേശത്ത് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അത് ദൂത കേട്ടോ, അത് ദൂത കേട്ടോ. നിന്നെ ആ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കും. നാണക്കേട് കൊണ്ട് ഇനി പോകാമെന്നല്ല, നിന്നെ ആ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ സങ്കടദേശത്ത് നീ വർധനവ് പ്രാപിക്കാതെ വേറെ ഏതെങ്കിലും ദേശത്ത് പോയി മാനിക്കപ്പെട്ടാൽ ആൾക്കാർ പറയുമോ, അയ്യോ ഹല്ലേലൂയ ഇവർ കണ്ടോ ഉയർന്നത്? ഇല്ല. നീ കിടക്കുന്ന കഷ്ടതയ്ക്കകത്തു നിന്ന് പുറത്തു വന്നാൽ അന്ന് വരെ നിന്നെ കുറ്റം പറഞ്ഞവർ പറയും, ഇതാ അവൾ നിലവിളിച്ചു, ഇതാ അവൾ ഓടി പ്രാർത്ഥിച്ചു, അതാ അവൾക്ക് വേണ്ടി നീതിമാനായ ദൈവം അവൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്തു, ഇവന് വേണ്ടി വൻ കാര്യം ചെയ്തു. ഇത് നിന്നോടുള്ള ദൂത. സങ്കടദേശത്ത്, വ്യസനദേശത്ത് പരിശുദ്ധാത്മാവ് നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ വിൽക്കാനുള്ള പ്ലാനിങ്ങുകളെയും പദ്ധതികളെയും ഒക്കെ ഇന്ന് പകൽ വലിച്ചു കീറിയാട്ടെ. അതൊക്കെ വലിച്ചു കീറിയാട്ടെ. നിന്നെ വർദ്ധിപ്പിക്കാമെന്ന കർത്താവ് പറഞ്ഞത്. അത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ദൂത് ഞാൻ പറഞ്ഞു, നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും തന്നെ ഇരുന്ന് മാറത്തടിച്ച് കരയുന്നത് കർത്താവ് കാണുന്നുണ്ട്. അവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ആരുമില്ലെന്ന് നീ കരയരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടെ ഉള്ളത് കൊണ്ട് നീ ഇന്നും ജീവനോടെ ഇതിനകത്തും ഈ ലൈവിൽ ഈ ശബ്ദം കേൾക്കുവാനും നീ ഉണ്ടായിരിക്കുന്നത്. അപ്പൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അപ്പൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ കാറ്റ് വന്നപ്പോൾ നീ നശിക്കുമായിരുന്നു. ആ തിരമാലകൾ നിന്റെ പടകിൽ ആഞ്ഞടിച്ചപ്പോൾ നീ മുങ്ങി ചത്തുപോകുമായിരുന്നു. നിന്റെ അഡ്രസ് ഇന്ന് കാണത്തില്ലായിരുന്നു, നിന്റെ പേരിന്ന് കാണത്തില്ലായിരുന്നു, നിന്റെ പേരിൽ ഒന്നും ഇന്ന് പുതുതായിട്ടുണ്ടാകത്തില്ലായിരുന്നു. അപ്പന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്, അപ്പന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നീ ഇത്രത്തോളം അനുഗ്രഹമായിരിക്കുന്നത്. കഷ്ടത ഇല്ലെന്നല്ല, പ്രയാസം ഇല്ലെന്നല്ല, പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, ഇതിനെയൊക്കെ ധരണം ചെയ്യുവാനുള്ള ദൈവിക കൃപ സ്വർഗത്തിലെ അപ്പനാണ് നിനക്ക് തന്നത്. പരാജയത്തെ ഓർത്ത്, പരാജയത്തെ ഓർത്ത്, പരാജയത്തിന്റെ വഴികളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പരാജയത്തിന്റെ കണക്ക് പറയുവാനല്ല, നീ അനുഭവിച്ച സന്തോഷത്തിന്റെ കണക്ക് നീ പറയുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുവാൻ പറയുന്നു. നീ കഴിഞ്ഞ 1.5 വർഷമായി പരാജയത്തിന്റെ ചരിത്രമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുന്നു, ഈ 1.5 വർഷത്തെ കണക്കിന് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ പോകുന്നു. ദൈവം നിന്നെ വർദ്ധിപ്പിക്കുന്ന, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ എണ്ണകൾ നീ എണ്ണമിട്ട് നിന്റെ നാവ് കൊണ്ട് പറയുവാൻ പോകുക. ജൂഡമന അർത്ഥനാ
നിന്റെ കറക്റ്റ് ടൈമിനാ നീ ഇതിനകത്ത് വന്ന് മുട്ടുകുത്തിയത്. പരിശുദ്ധാത്മാവ് ആമേൻ നിന്നെ മറ്റൊരു ലെവലിലേക്ക്, നിന്റെ ചിന്തകൾക്ക് അതീതമായി ആമേൻ എനിക്കറിയത്തില്ല ഒരു പുതിയ വഴി അവൻ ഇന്ന് വരെ വന്ന വഴിയല്ല. നോനോ, പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പുതിയ വഴി, ഒരു പുതിയ ചരിത്രം നിന്നിലൂടെ പരിശുദ്ധാത്മാവ് തിരുത്തുവാൻ പോകുന്നു. ചൂടമന ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കർത്താവിനോട് പറഞ്ഞത് ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തത്, നിന്റെ സ്വപ്നത്തിൽ നിന്റെ വീട്ടുകാർക്ക് ചിന്തിക്കുവാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിലേക്ക് നൽകുവാൻ പോകുന്നു. നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ നിന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചോ, നിന്റെ ഹിതത്തെ മാറ്റിവെച്ചോ, നിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചോ ദൈവസന്നിധിയിൽ അപ്പാ ഞാൻ ഒന്നുമില്ല, എനിക്ക് കഴിവില്ല, അവൻ എനിക്ക് യോഗ്യതയില്ല, നീ എന്നെ യോഗ്യതയുള്ളവളാക്കി മാറ്റണം. കരിപുരണ്ട എന്റെ ജീവിതത്തിനകത്ത്, തകർച്ചയുടെ എന്റെ ജീവിതത്തിനകത്ത് മാറ്റുള്ളതാക്കി തീർക്കുവാൻ കഴിയുള്ള ഒരുവനേയുള്ളൂ, അവനാണ് നസ്രയനായ യേശു. ഹല്ലേലൂയ, ആമേൻ. അവൻ നിന്നെ കണ്ടതുകൊണ്ട് ദൈവകൃപയാൽ നിന്നെ ഇതിനകത്ത് സ്വയമേ നിനക്ക് ആഗ്രഹം തോന്നി ഇതിനകത്ത് മുട്ടുകുത്തിയത്. അങ്ങനെയെങ്കിൽ നിന്റെ ചരിത്രം മാറും. കർത്താവ് എന്നോട് പറഞ്ഞത് 1.5 വർഷത്തെ ആമേൻ ഹല്ലേലൂയ തകർച്ചകളെ ഓർത്ത് നീ കരയുന്നുണ്ട്, ശൂന്യതകളെ ഓർത്ത് കരയുന്നുണ്ട്. 1.5 ആകട്ടെ 10 ആകട്ടെ ആമേൻ 15 ആകട്ടെ, നീ ജനിച്ച അന്ന് വരെയുള്ള കഷ്ടതകളാകട്ടെ, കർത്താവ് പറയുന്നു വരുന്ന 6 മാസത്തിനകം ആ ചരിത്രത്തെ പരിശുദ്ധാത്മാവ് മാറ്റി എഴുതുവാൻ പോവുകയാണ്. ജുഡബബ റെഥലഗടക ശബ്ദനാരകൾ കടകസി ചില പാരമ്പര്യ കെട്ടുകൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ഒളിച്ചു നടക്കുന്ന അവസ്ഥ അത് മതിയെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒളിച്ചു നടത്തം മതിയെന്ന്, ആ ഒളിച്ചുകളി മതിയെന്ന്, ആ ഒളിച്ചുകളി മതിയെന്ന്. പാരമ്പര്യത്തിന്റെ ചട്ടക്കൂട്ടിനകത്തു നിന്ന് ഒരു മുട്ട ആമേൻ ആമേൻ തോട് പൊളിഞ്ഞൊരു കോഴിക്കുഞ്ഞ് വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്നെ അതിനകത്ത് നിന്ന് കൊത്തി അടർത്തുകയാ. ജൂഡബബ റഥല രഹസ്യം തേനെ പരിശുദ്ധാത്മാവ് പറയുന്ന മറ്റൊരു ദൂത്, ആ കുടുംബത്തിനകത്ത് നിന്ന് നിന്റെ ഒരു താമ്രഭിത്തിയാക്കി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. കാരണം ചിലതിൻ്റെയൊക്കെ കണ്ണിലെ കരടാ നീ, അവൻ ആരുടെയൊക്കെ മുമ്പിലെ കരടാ നീ. കർത്താവ് പറയുന്നു ആ കരടിനെ ലോകത്തിന് വേണ്ട, പക്ഷെ സ്വർഗത്തിലെ അപ്പന് നിന്നെ വേണം. ജൂഡബബ എന്നോട് കർത്താവ് പറയുവാൻ പറഞ്ഞ മറ്റൊരു ദൂത് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ആമേൻ. ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ആമേൻ പോയപ്പോൾ ആമേൻ അപ്പനും ആമേൻ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ആമേൻ ഓരോരുത്തരെയായി വിളിച്ചു. ഓരോരുത്തരെ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് ആമേൻ അടുത്ത രാജാവാക്കുവാനുള്ള തൈലക്കൊമ്പിലെ അഭിഷേകം നിറച്ച് പ്രവാചകൻ വരുമ്പോൾ ഓരോന്നിനെയായി വിളിച്ചു. ആമേൻ മാതാപിതാക്കൾ അവർക്ക് പ്രിയമുള്ള മക്കളെ നിരത്തി, പക്ഷെ അതിലൊന്നും കർത്താവ് പ്രസാദിച്ചില്ല. അവന്റെ മേലല്ല വാഗ്ദത്തം ഉണ്ടായിരുന്നതോ, അതുപോലെ നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നിന്നെ അതിനാ കർത്താവ് വേർതിരിച്ചത്. ഇതൊക്കെയും നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത് നിന്നെ അപ്പൻ അഭിഷേകം ചെയ്യണം, നിന്നെ ആ കുടുംബത്തിനകത്ത് ഒരു താമ്രമതിലാക്കി മാറ്റണം. ജൂഡബബ അഥരകസിയാം തേനെ എനിക്കറിയത്തില്ല നിനക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ വഴി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആമേൻ ഹല്ലേലൂയ. നീ അപ്പോൾ നിനക്ക് ഇന്ന് വരെ നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സെക്കൻഡിന് മുമ്പ് വരെ നിന്റെ തകർച്ചകളെ ഓർത്താ നീ കരഞ്ഞത്, അതിനെ ഓർത്തുള്ള ചിന്തയായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു ആ തകർച്ച വന്നത് ഈ ആമേൻ ഹല്ലേലൂയ തകർച്ചകളെ മറക്കുവാനുള്ള ഒരു പുതിയ വഴി കർത്താവ് നിനക്ക് നൽകുവാൻ പോകുന്നു. പിന്നെ നിനക്ക് തകർച്ചയെ കുറിച്ച് ഓർക്കുവാനോ ചിന്തിക്കുവാനോ പരിഭവം പറയുവാനോ സമയമില്ലാത്ത തരത്തിൽ നിന്റെ ലൈഫിനെ പരിശുദ്ധാത്മാവ് എൻഗേജ്ഡ് ആക്കുവാൻ പോകുന്നു. ജൂഡബബ ഒരു പുതിയ ഉറപ്പീര് അവൻ എനിക്കറിയത്തില്ല, ഒരു പുതിയ വഴി ഇതുവരെയും ആർക്കും ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിൽ. അതാ ഞാൻ പറഞ്ഞത് നിന്നെ ഒരു കറക്റ്റ് ടൈമിങ്ങിനാ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്നത്. നിനക്കൊരു കറക്റ്റ് ടൈമിംഗ് ഉണ്ടായിരുന്നു. അത് ദൈവത്തിനൊരു പദ്ധതി നിന്റെ മേലുള്ളത് കൊണ്ട് നിന്നെ കറക്റ്റ് ടൈമിന് ഇതിനകത്ത് കയറ്റിയത്. കാരണം നിന്റെ വീട്ടിനകത്ത് മാതാവ് അറിഞ്ഞൊരു സത്യമുണ്ട്. ഇന്ന് ഒളിച്ചാൽ
നടക്കുന്നത്. കർത്താവ് പറയുന്നു, ഒളിച്ച മൂടുപടത്തെ വലിച്ചെറിയ. ജൂഡാബാബ രഥലക സിയാംധന വൈഡവന ദുരബൽ പ്രൗഢവന അർത്ഥൽ ഘടക ശംധാന റഗൽ ഘടക സിയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഒളിച്ചിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. ഒളിച്ച് നടന്നതൊക്കെ ഇനി മതിയെന്ന് പരസ്യമായി ഇറങ്ങിക്കോ. ആമേൻ. അപ്പൻ നിന്നെ പരസ്യമായിട്ട് മാനിക്കാന്ന് പറഞ്ഞ്, രഹസ്യമായിട്ടല്ല, നിന്നെ പരസ്യമായിട്ട് മാനിക്കാമെന്ന് പറഞ്ഞ്. ആമേൻ. കുടുംബത്തിനകത്തുള്ള തലമുറകൾ പ്ലാറ്റ്ഫോമിൽ കയറിയത് കണ്ടോ? സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയതാണോ? കർത്താവ് അങ്ങനെയെങ്കിൽ എന്നെയും നിർത്തും. ആമേൻ. ഈ പുസ്തകവുമായി ഞാൻ പറയുന്നു, ഈ പുസ്തകവുമായി നീ ഒരു താമ്ര ഭിത്തിയായി മാറുവാൻ പോവുകയാ. ജൂഡബാബ അഥനക സിയാംധേനെ ഇന്ന് പകൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ കൺമുമ്പിൽ തൊടുന്നതെല്ലാം അഭിഷക്തരെ പുറത്തു കൊണ്ടുവരാം. ഇല്ലേ ആൻറ്റി? നമ്മുടെ കൺമുമ്പിൽ ആര് വന്നു പെട്ടാലും എവരെയൊക്കെ അഭിഷക്തന്മാരും അഭിഷക്ത മതികളുമായി പുറത്തു കൊണ്ടുവരാനുള്ള അഭിഷേകമാണ് സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് തന്നതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ആ നല്ല കർത്താവ് തന്ന ശുശ്രൂഷയോർത്ത് ഇന്ന് പകൽ ഞാൻ സ്തുതിക്കുന്നു. കാരണം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പെട്ടകം ചുമക്കേണ്ടവർ പെട്ടകം ചുമക്ക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ദൈവിക തെരഞ്ഞെടുപ്പുള്ളവൻ ദൈവിക തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ ചിലതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, ഒത്തിരി ആമേൻ, ഹല്ലേലൂയ, ആമേൻ, തീച്ചൂളയിലൊക്കെ കടന്നു പോയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തീപ്പൊരിയായി നിൽക്കുന്നത് ചുമ്മാതെയൊന്നും വന്നതെന്നല്ല. ആമേൻ, ചുമ്മാതെയൊന്നും വന്നതല്ല. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി തകർച്ചയിലൂടെയും ആമേൻ മരണത്തിന് വേണ്ടി ആമേൻ കൊതിച്ചിരുന്നിട്ട് പോലും, മരിക്കാൻ വേണ്ടി ടാബ്ലറ്റ് കഴിച്ചിട്ട് പോലും മരണത്തിന് പോലും വേണ്ടാത്തവളാ ഞാൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, വെയിൻ കട്ട് ചെയ്ത് ജീവനെ ഒടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആമേൻ വേണ്ടാത്തൊരു വ്യക്തിയാ ഞങ്ങൾ രണ്ടുപേരും. ഒരു സമയത്ത് ആമേൻ സ്വസ്ഥതയില്ല, സമാധാനമില്ല, മദ്യത്തിന്റെ ഗന്ധം, ആമേൻ കുടുംബത്തിനകത്തുള്ള അസമാധാനം, കുടുംബത്തെ പൊളിച്ചു കളയുവാൻ മരണത്തിന് വേണ്ടി കൊഴിച്ച ആമേൻ നിമിഷങ്ങൾ. നീ ആമേൻ ആമേൻ വെള്ളനാട് നീ വന്നിട്ടുള്ളതാണല്ലോ. ആമേൻ, റബ്ബർ കാലുകളുടെ ഇടയിൽ കൂടി അർദ്ധരാത്രികൾ മരണത്തിന് വേണ്ടി മരിച്ചാൽ മതി എന്ന് പറഞ്ഞു മരണത്തിന് വേണ്ടി ഒത്തിരി അലഞ്ഞവള്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആ ദേശത്തെ ചരിത്രം കേട്ടിട്ടുള്ളത് അർദ്ധരാത്രികളിൽ ആമേൻ അസമയത്ത് ആരെങ്കിലും ആമേൻ ആ വഴികളിൽ കൂടെ പോയാൽ പിശാച് അവരെ അടിച്ചു കൊല്ലുമെന്നാ പറഞ്ഞ. പക്ഷേ ഞാനന്ന് അവിടെ ഇറങ്ങിപ്പോയിട്ട് ഒരു പിശാചുകളെയും ഞാൻ കണ്ടില്ല. ആ സൂയിസൈഡ് പോയിന്റിലാണ് ഞാൻ പോയത്. ആമേൻ, എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് തള്ളിയിട്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഞെക്കിയെങ്കിലും കൊന്നെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ആമേൻ, ഹല്ലേലൂയ, മരണത്തിന് പോലും വേണ്ട. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് വേണമെന്നുള്ളതിനെ മരണത്തിന് വേണ്ടെന്ന്. ആമേൻ. അതുകൊണ്ട് മരിക്കാൻ പദ്ധതി ഒരുക്കുന്നവർ ആ ലിസ്റ്റിനെ അങ്ങ് വലിച്ചു കയറിക്കോ. തൂങ്ങിച്ചാവണമോ, വിഷം കഴിക്കണോ, ഞരമ്പ് കട്ട് ചെയ്യണോ, അതോ അവൻ ഏതെങ്കിലും വണ്ടിയിടയിൽ ചാടണോ, അല്ലെങ്കിൽ ട്രെയിനിൽ തല വെക്കണോ, അവൻ വെറുതെ ആ ട്രെയിനിനുള്ള പണി കൊടുക്കരുത്. അവൻ വെറുതെ ആ ട്രെയിനിന് കൂടെ പണി കൊടുക്കരുത്. നീ ചാകത്തില്ലെന്ന്. അവൻ നിന്റെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴത്തില്ലെന്ന്. അവൻ മൈഗ്രൈൻ്റെ ഹൈ ഡോസ് ഗുളിക അവൻ 1 മാസത്തേക്കുള്ളത് മേടിച്ചിട്ട് 15 ദിവസം കഴിച്ചു. ബാക്കി 15 ദിവസത്തെ ഒരു ഫുൾ കോഴ്സ് ആമേൻ, ഹല്ലേലൂയ, മാ കലക്കി ആമേൻ കിടുകിടുകിടുകിടാങ്ങ് വിഴുകി. ആമേൻ, ഹല്ലേലൂയ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കിറങ്ങി കിടക്കുന്നതല്ലാതെ ഞാൻ ചത്തില്ല. വെറുതെ നാണം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ആമേൻ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി കഴിച്ചു നോക്കിയേ, എപ്പോ കിഡ്നി പോയി, ആമേൻ, എപ്പോ ഹാർട്ട് പോയി, എപ്പോ ഞരമ്പുകൾ പോയെന്ന് കേട്ടാൽ മതി. പക്ഷെ ദൈവത്തിന് തെരഞ്ഞെടുപ്പുള്ളവരെ, ദൈവത്തിന് ആവശ്യമുള്ളവരെ, ഒരു മരണത്തിനും ഒരു പാതാളത്തിനും ആമേൻ ഒരു തീക്കും വേണ്ടെന്ന്. ജൂഡാബാബ രഥലഘടക ശബ്ദനാരകൾ പ്രൗഢവനോ
അനുഭവം ഉള്ളത് കൊണ്ട് നെഞ്ചത്ത് കരം വെച്ച് ഇത്രത്തോളം അനുഗ്രഹത്തോളം നിൽക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ നിന്ദയെ ഞങ്ങൾക്ക് പേടിയില്ല, മനുഷ്യരുടെ കുറ്റം പറച്ചികൾ ഞങ്ങൾക്ക് പേടിയില്ല. ആമേൻ. വായ അടയ്ക്കാൻ പറഞ്ഞാലും ഞങ്ങൾ അടയ്ക്കത്തില്ല, ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. സ്തുതിക്കുന്നവർ എവിടെയുണ്ടോ അവിടെ ജയമുണ്ട്. സ്തുതിക്കുന്നവർ എവിടെയുണ്ടോ, സ്തോത്രം പറയുന്നവർ എവിടെയുണ്ടോ, വലിയൊരു ജയമാണ് നിങ്ങളുടെ കരത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്തിനാ അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നിന്നെ ഉറപ്പിക്കുന്നേ? ആമേൻ. നിന്റെ ശത്രു ജയിക്കത്തില്ല, നീ ജയിക്കുമെന്ന് അവൻ പറയുന്നത് എന്തുകൊണ്ടാ? നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ മേൽ തെരഞ്ഞെടുപ്പുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും തെരഞ്ഞെടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന വഴി അവൻ നേരത്തെ പറഞ്ഞു തരത്തില്ല. ഞാൻ ഇങ്ങനെ വന്ന്, ആമേൻ, ഈ രീതിയിൽ കൂടെ നിന്നെ കൊണ്ടുവരും. അതാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാർക്കും ചിന്തയിൽ പോലും, ആമേൻ, പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്, ആമേൻ, ഒരു സെക്കൻഡ് മതി. ചിലതൊക്കെ നീ അനുഭവിച്ചിട്ട് ചിലതിനകത്തോട്ട് ഉറക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് അറിയാം. ആമേൻ, ഹല്ലേലൂയ. നീ 5 ചാട്ടം ചാടുന്നതാണെന്ന് സ്വർഗത്തിലെ അപ്പന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ ചാട്ടത്തിന്റെ, ആമേൻ, ചിറകിനെയൊക്കെ അവൻ വെട്ടി അരിയുന്നുണ്ട്. ഓ റമന ശബ്ദനെ എനിക്കറിയത്തില്ല, ആമേൻ, നീ ചാടിയാൽ എത്ര ചാടുമെന്ന് സ്വർഗത്തിലെ അപ്പൻ അറിയാം. നീ ഒരു വലിയ പണിയിൽ വീഴുന്നതിന് മുമ്പേ സ്വർഗത്തിലെ അപ്പൻ സൈഡിൽ നിന്ന് ചെത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ദൂത് ഏറ്റെടുക്കുന്നവർ സ്തുതിച്ചാട്. ചെത്തൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചെത്തിയതിൽ നിന്ന് ചില പുതിയത് പുറത്തു വരുവാൻ വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. നീ എന്തായാലും പോയി പെട്ടു. ആമേൻ, ഹല്ലേലൂയ. നീ എന്തായാലും, ആമേൻ, കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നീ എത്ര നിൽക്കുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ തീരുമാനം എത്ര ദിവസം വരത്തേക്കാണെന്ന് സ്വർഗത്തിലെ അപ്പൻ അറിയാം. അതുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ചിലതൊക്കെ പഠിച്ചിട്ടേ അടുത്തൊരു കാൽവെപ്പുള്ളൂ. കാരണം എന്തിനാണെന്നറിയാവോ? ചില പഠനങ്ങൾ എന്തിനാണെന്നറിയാവോ? ചില പ്രാക്ടിക്കൽ ലാബ് എന്തിനാണെന്നറിയാവോ? ആമേൻ. ചില സമയത്ത് നീ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ, ചില സമയത്ത് നീ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ. ആമേൻ. പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കാറ്റ് വരുമ്പോൾ നീ വീഴാതെ വണ്ണം പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ദൈവിക കൃപയ്ക്ക് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്നെ ഒരു ശക്തനാക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. ചൂടമന അർത്ഥന രഹസ്യമന ഘടകസി. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് മറ്റൊരു ദൂത്, ആമേൻ, എന്നോട് കോമൺ ആയിട്ടൊരു ദൂത് കൈമാറുവാൻ പറയുന്നു. ആമേൻ. ആരൊക്കെയോ ചേർന്ന് നിന്റെ കുടുംബ ജീവിതത്തെ പൊളിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കുടുംബ ജീവിതത്തെ പൊളിച്ചു കളയുവാൻ പിശാച് ചില ശവക്കല്ലറകളെ മാന്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതിന്റെ ദൂത് എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ശവക്കുഴിക്കകത്ത് നിന്ന് അസ്ഥിയും നാറ്റവും, ആമേൻ, കുറെ മുടിയും അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. പൊളിക്കാനാ പിശാചിന്റെ പദ്ധതി. ചില ഗന്ധത്തെ പുറത്തെടുത്ത് നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ, ആമേൻ, 3-ലധികം വ്യക്തികൾ ചേർന്ന് പദ്ധതി ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ പിശാച് എഴുന്നേറ്റ് വെച്ചിരിക്കുന്ന ചില തന്ത്രങ്ങൾ, അത് ഇന്ന് പകലിൽ പൊളിയണം. ശബ്ദന റേഥേലഘടക ശബ്ദന രകൽ ഘടകസി. ഇന്ന് പകൽ അസ്ഥിവാരങ്ങളെ തോണ്ടുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്ന നിന്റെ കഴിഞ്ഞ ചരിത്രത്തെ ഞോണ്ടിയെടുക്കുന്ന ഒരു പിശാച്, അത് പിശാചിന്റെ വലിയൊരു തന്ത്രമാ. ചില കേസുകളെ ഞോണ്ടിയെടുക്കുകയാ പിശാച്. ആമേൻ. മാഞ്ഞു പോയ കേസുകൾ, ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുവാൻ പറയുന്നു. ആമേൻ. ചില മാഞ്ഞു പോയ കേസുകൾ, ഒതുക്കി തീർന്ന കേസുകൾ, ആമേൻ, റീപോസ്റ്റ്മോർട്ടം പോലെ ചില കേസുകൾ പൊങ്ങി വരുന്നുണ്ട്. നിനക്ക് എത്ര തീർത്താലും പറ്റാത്ത ലക്ഷത്തിന്റെ ബാധ്യതകളിലേക്ക് പിശാച് നിന്നെ പദ്ധതി ഒരുക്കുന്നുണ്ട്. ആ പോർ ഇന്ന് പകൽ അഴിഞ്ഞോട്ടെ. ജൂഡാ ബാബ ഈ വിഷയം നിന്റെ കുടുംബത്തെ വലിയൊരു പിളർപ്പിലോട്ടാ കൊണ്ടുപോകുന്നത്. എനിക്കറിയത്തില്ല, ദൂത് ഏറ്റെടുക്കുന്നവർ ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ സ്തുതിച്ചാട്ടെ. പിശാചേ, ഈ പദ്ധതിയെ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. എന്റെ കുടുംബത്തിനകത്ത് നിന്ന്, എന്റെ കുടുംബ ജീവിതത്തിനകത്ത് നിന്ന്, എന്റെ ലൈഫിൽ നിന്ന് ഞാൻ അതിനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ചൂടമാ റമനക ശബ്ദനാരകൾ കടകസി.
അർത്ഥൽ പ്രൗഢവന ധീബലഘടക ശബ്ദനാരകൾ പ്രൗഢവന അധുരവലവ ശബ്ദനാരകൾ ഘടകസി ധീബലഘടക ശബ്ദന അഥാരഘടക ശബ്ദരഘടകസി റീമാനക ശബ്ദനാരകൾ പ്രൗഢവന. ചില വ്യക്തികളുടെ പ്ലാനിങ് കേട്ടോ, ചില വ്യക്തികളുടെ പ്ലാനിങ്, ചില കേസുകളെ പുറത്തു കൊണ്ടുവന്ന് ഇനി അവൻ പുറത്തിറങ്ങരുത്, ഇനി അവൻ പുറത്തിറങ്ങരുത്, എനിക്ക് തടസ്സമായി ഇനി അവൻ എഴുന്നേൽക്കരുത്. പിശാചിന്റെ പദ്ധതിയാ ഇന്ന് പകൽ അഭിഷേകത്തോടെ നിന്നെ അവനൊരു താമ്ര ഭിത്തിയാക്കി മാറ്റുന്നുണ്ട്. ജൂഡ ബാബ റമനക ശബ്ദനാരകൾ പ്രൗഢവന അഥരക സിയാം തേനെ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഒരു താമ്ര ഭിത്തിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ഹല്ലേലൂയ. പ്രിയ അഭിഷക്തനെ കുടുംബമേ, നിന്റെ പട്ടണത്തിൽ അവൻ നിന്നെ ഒരു താമ്ര മതിലാക്കി മാറ്റുവാൻ പോകുന്നു. ഇന്ന് വരെ നിന്റെ കുടുംബത്തിനകത്ത് തകർച്ചയായിരിക്കും, നിന്റെ തൊഴിലിൽ തകർച്ചയായിരിക്കും. ആമേൻ. സീസണൽ നന്മയല്ല. ആമേൻ. ഹല്ലേലൂയ. ഒഴുകുന്നൊരു നന്മയുടെ അനുഭവം, ഒരു സീസണൽ ചലഞ്ച് അല്ല. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരമായത്. ജൂഡ ബാബ റമനക ശബ്ദനാരകൾ ഘടകസി. സീസണൽ ആമൻ വർക്കൊക്കെ കഴിഞ്ഞു. ആമൻ സീസണിൽ കരയുന്ന കരച്ചിലൊക്കെ കരഞ്ഞു. ആമൻ വലിയൊരു ദൈവ പ്രവൃത്തിയില നീ എടുത്ത് കാൽ വെക്കുവാൻ പോകുന്നത്. ഒരുമിച്ച് കരഞ്ഞു തുടങ്ങിക്കോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ഒരുമിച്ച് കരഞ്ഞു തുടങ്ങിക്കോ. ഐക്യതയെ പൊളിക്കുന്നൊരു ശത്രുവുണ്ട്, ഐക്യതയെ പൊളിക്കുന്നൊരു ശത്രുവുണ്ട്. ഒരുമിച്ച് കരം കറക്കുവാൻ തുടങ്ങിക്കോ. ചിലതിന്മേൽ നീ ചാടി കടക്കുവാൻ പോകുന്നു. ഡബിൾ പ്രൊമോഷൻ, ഡബിൾ പ്രൊമോഷൻ. നീ ഒന്നാഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ഡബിൾ പ്രൊമോഷനാ നൽകുന്നത്. ശബ്ദനാരകൾ ഘടകസിയ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. വിശ്വസ്തകർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. പകൽക്കാലം ഒരുമിച്ച് അപ്പനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അപ്പൻ നൽകിയ ആലോചനയെ കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. നിന്നതല്ല, സ്വർഗത്തിലെ അപ്പൻ നിർത്തിയതാണ്. അടിയന്റെ കഴിവല്ല, സ്വർഗത്തിലെ അപ്പൻ കനിഞ്ഞതുകൊണ്ട്, അപ്പൻ ഒരു പ്രാവശ്യം കൂടെ എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ജീവന്റെ ദേശത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദേഹിയാക്കി കർത്താവ് നിലനിർത്തി. അപ്പ കേട്ട ആലോചനകൾ, കേട്ട ദൂതുകൾ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ വിടുതലിന് കാരണമായി തീരട്ടെ. നീങ്ങിപ്പോകേണ്ടത് നീങ്ങിപ്പോകുവാൻ ഇവരെ ദൈവം താമ്ര ഭിത്തിയാക്കി മാറ്റണമേ. വരുവാനുള്ള പ്രതികൂലങ്ങളെ ധരണം ചെയ്യുവാനുള്ള താമ്ര ഭിത്തിയാക്കി ഇവരെ അങ്ങ് പണിയുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.